ഈ നേരത്തെ 22/8/2022 ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസെറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ ഒന്നാം പ്രതി ഷാരോൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് അത് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായത്. അതായത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചത് ഈ ഒരു പോയിന്റിലൂടെയാണ്. ഇതും കൂടാതെ തന്നെ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇന്റലിജന്റ് ക്രിമിനൽ എന്നുള്ളൊരു രീതിയിലാണ് കോടതി കണ്ടെത്തിയത്. ഒരു ഡെവിളിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത്, വധശിക്ഷ വിധിച്ചത്. താങ്ക് യു വെരി മച്ച്. അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ SP സുൽഫിക്കർ കൂടി നമുക്കൊപ്പം ചേരുന്നു. എന്ത് തോന്നുന്നു അന്വേഷണ ദിവസം? ഞങ്ങൾക്ക് കോടതി വിധിയിൽ വളരെ കൃത്യമായിട്ട് വളരെ സംതൃപ്തിയുണ്ട്. അതുപോലെ നമ്മുടെ പബ്ലിക് പ്രോസിക്യൂട്ടർ ശ്രീ വിനീത് കുമാർ സാർ ഈ കേസ് ഏറ്റെടുത്തതുപോലെ നമുക്ക് ഈ വിധി ഇങ്ങനെ ആയിരിക്കുമെന്ന് തീർച്ചയായും ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിസങ്കീർണമായ കേസ് അതിനേക്കാൾ സങ്കീർണ അവസ്ഥയിലൂടെ അന്വേഷിച്ച് കണ്ടെത്തിയ കേരള പോലീസിന് അഭിനന്ദനമെന്നും കോടതി. താങ്ക് യു വെരി മച്ച്.